ഹലോ മക്കളെ, നമ്മളിന്ന് എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലുള്ള യൂണിറ്റ് 3 ആണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദാ മുകളിൽ ഒരു ചിത്രം ഉണ്ടല്ലേ. ആരുടെ ചിത്രമാണത്? കാറ്റാണ് അല്ലേ, പൂച്ചയാണ്. പൂച്ച എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുക? മ്യാവ് അല്ലേ. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള ക്ലാസ്സസും വേറെ ക്ലാസ്സിൻ്റെതായാലും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മക്കൾ വേണ്ടവർ വീഡിയോ ഷോർട്സ് എന്നുള്ള സ്ഥലത്ത് ചാനലിൽ കയറി നോക്കിയാൽ പ്ലേലിസ്റ്റ് എന്ന് കാണാം. പ്ലേലിസ്റ്റ് നോക്കിയാൽ ക്ലാസ്സും സബ്ജക്റ്റും തിരിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേതാണ് വേണ്ടതെന്ന് നോക്കിയാൽ മതിയേ. അപ്പോൾ നമുക്ക് എന്താ കഥ നോക്കിയാലോ? ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് വേറെ ജീവികളുടെ പേരുകൾ പഠിക്കുന്നുണ്ട്, അവരുടെ ശബ്ദങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ കഥ എന്താ നമുക്ക് നോക്കാം. ഇവിടെ ആരാണ് ഒരു മാറ്റിൽ കിടക്കുന്നത്? ഒരു പപ്പിയാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. പപ്പി എന്ന് പറയുന്നതാണ് ഈ ചെറിയ നായ്ക്കുട്ടി. നായ്ക്കുട്ടിക്കാണ് നമ്മൾ എന്ത് പറയുക? പപ്പി എന്ന് പറയുക അല്ലേ. പപ്പി എന്താ ചെയ്യുന്നത്? സ്ലീപ്പിംഗ് ആണ്, ഉറക്കമാണ് അല്ലേ. എവിടെയാണ് ഉറങ്ങുന്നത്? ഓൺ എ മാറ്റ്. മാറ്റ് എന്ന് പറയുന്നത് വിരിച്ച് കിടന്നുറങ്ങുന്ന ഒരു സംഭവത്തിനാണ് കേട്ടോ. ഒരു പായ പോലുള്ള അതിനാണ് മാറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് കിടക്കുന്നത്? നിയർ ദ സോഫ. സോഫയുടെ അടുത്ത്. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മ്യാവ്, ഹി ഹിയർഡ് എ സൗണ്ട്. മ്യാവ് എന്നുള്ളൊരു സൗണ്ട് കേൾക്കുകയാണ് അല്ലേ. അപ്പോൾ ആരാണ് ആ സൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ, ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്? ഹൂ സെഡ് മ്യാവ്. ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത്? ആരാണ് മക്കൾ പറഞ്ഞ് മ്യാവ് എന്ന് ആരാ ശബ്ദം ഉണ്ടാക്കുക? കേറ്റാണല്ലേ, പൂച്ചയാണ്. വാട്ട് വിൽ ഹാപ്പൺ നെക്സ്റ്റ്. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കിയാലോ. അങ്ങനെ പപ്പി എണീറ്റിട്ട് ചുറ്റുപാട് നോക്കുകയാണ് അല്ലേ. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്, ഹി ലുക്ക്ഡ് അറൗണ്ട്. വാട്ട് വിൽ ഹി സീ. അപ്പോൾ എന്തായിരിക്കും ചുറ്റുപാടും കാണുന്നത്? പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല അല്ലേ. നമുക്ക് എന്താ കാണുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ നോബഡി ഹീസ് ഹിയർ. ഇവിടെ ആരുമില്ല. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. അപ്പോൾ പപ്പി എന്താണ്? വീണ്ടും ഉറക്കത്തിലേക്ക് പോയില്ലേ. അപ്പോഴാണ് മ്യാവ്, വീണ്ടും ശബ്ദം. വാട്ട് വിൽ ദ പപ്പി ഡു നൗ. അപ്പം എന്തായിരിക്കും പപ്പി ചെയ്യുക? നമുക്ക് നോക്കാം. ഹു ഈസ് ദർ ആസ്ക്ഡ് ദ പപ്പി. പപ്പി ചോദിക്കുകയാണ്, ആരാണ് അവിടെ? ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. എന്നിട്ട് എവിടെയാണ് നോക്കുന്നത്? കട്ടിലിൻ്റെ ചോട്ടിലാണല്ലേ നോക്കുന്നത്. ബെഡിൻ്റെ ചോട്ടിലൊക്കെ നോക്കുകയാണ് ആരാണെന്ന്. പക്ഷേ നമ്മുടെ കാറ്റ് എവിടെയാണ് ഉള്ളത്? ബെഡിൻ്റെ മുകളിലാണ് അല്ലേ. നോബഡി ഈസ് ഹിയർ. അങ്ങനെ കട്ടിലിൻ്റെ ചോട്ടിലൊക്കെ നോക്കിയിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയാണ്. വിൽ ഹി സീ ദ കാറ്റ്. അപ്പോൾ നമ്മുടെ പപ്പി ആ കാറ്റിനെ കാണുമോ? നോക്കാം അല്ലേ. പപ്പി സെർച്ച് ചെയ്യാൻ തുടങ്ങി. ദെൻ ഹീ സെർച്ച്ഡ് അല്ലേ, തിരയാൻ തുടങ്ങി. അണ്ടർ ദ ടേബിൾ. എവിടെയാണ്? ടേബിളിൻ്റെ അടിയിൽ. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ അല്ലേ, അടിയിലാണ് തിരയാൻ തുടങ്ങിയത്. നോബഡി വാസ് ദർ. അവിടെയും ആരുമില്ല. വേർ ഈസ് ദ കാറ്റ് നൗ. ഇപ്പം കാറ്റ് എവിടെയാണ് ഉള്ളത്? ഓൺ ദ ടേബിൾ ആണ് അല്ലേ. ദ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ ആണ് അല്ലേ. വിൽ ദ പപ്പി സീ ദ കാറ്റ്. അപ്പോൾ പപ്പി കാറ്റിനെ കാണോ? കാണാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം അല്ലേ. ഹീ ക്ലൈംഡ് ഓൺ ടു ദ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. അപ്പോൾ നമ്മുടെ പപ്പി എന്ത് ചെയ്യാണ്? ഓടി ഒരു വിൻഡോയുടെ അരികിലേക്ക് ചാടി കയറിയിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. ഹീ സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവങ്കോഴി. യാർഡ് എന്ന് പറഞ്ഞാലോ മുറ്റമാണ് അല്ലേ. അപ്പം മുറ്റത്ത് എന്താണ് കാണുന്നത്? ഒരു പൂവങ്കോഴിയെ കാണുകയാണ്. വിൽ ദ പപ്പി ഡു. അപ്പോൾ പപ്പി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നമുക്ക് നോക്കാല്ലേ. ദ പപ്പി റാൻ ടു ദ റൂസ്റ്റർ. പപ്പി എന്ത് ചെയ്യാണ്? റൂസ്റ്ററിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഹൂ സെഡ് മ്യാവ്. ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. അപ്പം ചോദിക്കുകയാണ്, ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത് അല്ലേ. റൂസ്റ്ററിനോട് ചോദിക്കുകയാണ്. ദ റൂസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സാങ്. അപ്പം റൂസ്റ്റർ എന്താ ചെയ്യുന്നത്? പൂവങ്കോഴി എന്താ ചെയ്യുന്നത്? വിരിച്ചിട്ട് ഇങ്ങോട്ട് ചിറകിട്ടടിക്കൂലേ, അതുപോലെ അടിച്ചിട്ട് ചെല്ലുകയാണ്. എന്ത്?
കൊക്കെ ഡൂഡിൽ ഡൂ. കൊക്കെ ഡൂഡിൽ ഡൂ പറഞ്ഞാൽ എന്താണ്? കൊക്കര കൊക്കരക്കോ എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ, അതുപോലെ കൊക്കെ ഡൂഡിൽ ഡൂ. വേർ ആർ ദ പപ്പി ആൻഡ് ദ റൂസ്റ്റർ. ഇപ്പോൾ റൂസ്റ്ററും പപ്പിയും എവിടെയാണ് ഉള്ളത്? മുറ്റത്താണല്ലേ, യാർഡിലാണല്ലേ ഉള്ളത്. ദ പപ്പി ആൻഡ് ദ റൂസ്റ്റർ എവിടെയാണുള്ളത്? യാർഡിലാണല്ലേ. അപ്പോഴോ ക്യാൻ യു സേ മ്യാവ് ആസ്ക്ഡ് ദ പപ്പി. പപ്പി ചോദിക്കുകയാണ്, നിനക്ക് മ്യാവെന്ന് ചെല്ലാൻ കഴിയുമോയെന്ന്. അപ്പോൾ ഐ കനോട്ട്, ഐ ഓൺലി സേ കൊക്കെ ഡൂഡിൽ ഡൂ സെഡ് ദ റൂസ്റ്റർ. അപ്പോൾ റൂസ്റ്റർ പറയാണ്, എനിക്ക് ആകെ കൊക്കെ ഡൂഡിൽ ഡൂ അത് മാത്രമേ ചെല്ലാൻ അറിയുള്ളൂ, അല്ലാണ്ട് മ്യാവ് ഒന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. വാട്ട് വിൽ ദ പപ്പി ഡൂ ദെൻ. അപ്പോൾ പപ്പി അടുത്തതായിട്ട് എന്തായിരിക്കും ചെയ്യുക? നമുക്ക് നോക്കാല്ലേ. എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ശബ്ദം കേൾക്കുകയാണ്. ദ പപ്പി ഹിയർഡ് ദ സൗണ്ട് അഗെയിൻ. വീണ്ടും ആ സൗണ്ട് കേൾക്കുകയാണല്ലേ. ഹി സോ എ കെന്നൽ നിയർ ബൈ. അപ്പോൾ അടുത്ത് എന്തുണ്ട്? ഒരു കെന്നലുണ്ട്. കെന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നായയുടെ കൂടാണ് കേട്ടോ കെന്നൽ എന്ന് പറയാ. ഇറ്റ് മസ്റ്റ് ബി ഹിയർ സെഡ് ദ പപ്പി. അപ്പോൾ പപ്പി പറയണ തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. ഹി വാക്ക്ഡ് ടു ദ കെന്നൽ. അപ്പോൾ കെന്നലിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം നമ്മുടെ കാറ്റ് എവിടെയാണുള്ളത്? കെന്നലിൻ്റെ മുകളിലാണല്ലേ. വെർ ഈസ് ദ കാറ്റ് നൗ. അപ്പോൾ കാറ്റ് കെന്നലിൻ്റെ മുകളിലാണ്. ഹൂ ഈസ് ഇൻസൈഡ് ദ കെന്നൽ. ഇപ്പം കെന്നലിൻ്റെ ഉള്ളിൽ ആരാ ഉണ്ടാവുക? ഒരു ഡോഗാണല്ലേ ഉണ്ടാവുക, ഒരു നായയാണല്ലേ. അപ്പോൾ ഹി സോ എ ഡോഗ് ഇൻ ദ കെന്നൽ. അപ്പം നായെ ആ ഒരു കെന്നലിൻ്റെ ഉള്ളിൽ കാണും. വാസ് ദാറ്റ് യു. വാട്ട്. പപ്പി ചോദിക്കുകയാണ്, അത് നീ ആയിരുന്നോന്ന്. വാസ് ദാറ്റ് യു. അത് നീ ആയിരുന്നോന്ന്. അപ്പം നമ്മുടെ ഡോഗ് വാട്ട്, എന്ത് എന്ന് ചോദിക്കുകയാണ്. യു സെഡ് മ്യാവ് റൈറ്റ്. നീയല്ലേ മ്യാവ് എന്ന് പറഞ്ഞത്. അപ്പം മീ. അപ്പോൾ ഡോഗ് പറയാം, മീ ഞാനോ? ബൗവോ. ഞാൻ എന്താണ് ബൗവോ എന്നല്ലേ പറയാം. ആർ യു ജോക്കിങ്. നീ ഇങ്ങനെ തമാശ പറയാണോ പപ്പി? അപ്പോൾ പപ്പിനോട് ചോദിക്കുകയാണ്, നീ തമാശ പറയണോ? ദ ഡോഗ് ഗോട്ട് ഹാങ്ക്രി. ഡോഗിന് എന്താണ്? ആംഗ്രി. ആംഗ്രി പറഞ്ഞാൽ ദേഷ്യമായി അല്ലേ. പിന്നെ എന്താണ് സംഭവിച്ചത്? ദ പപ്പി വാസ് എഫ്രൈഡ്. പപ്പി പേടിച്ചു പോയില്ലേ. ഡോഗ് ദേഷ്യം പിടിച്ചപ്പോൾ ഹി റഷ്ഡ് ടു ദ ഗാർഡൻ. അങ്ങനെ അവന് ഗാർഡനിലേക്ക് സ്പീഡിൽ ഓടിപ്പോയി. ഹീഡ് അണ്ടർ എ ബുഷ്. ഹീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് എന്നൊക്കെ പറയുമ്പോൾ ഹൈഡ് ഇല്ലേ, ഒളിച്ച് കളിക്കുക, ആ ഒരു വാക്കാണ് കേട്ടോ. ഹീഡ് അണ്ടർ എ ബുഷ്. ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിക്കാട്. കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചു. എന്നിട്ടോ വിൽ ദ പപ്പി ഫൈൻഡ് ദ കാറ്റ്. കാറ്റിനെ പിന്നെ പപ്പി കണ്ടുപിടിച്ചോ? ഇല്ല അല്ലേ. വീണ്ടും പപ്പി പോയി നോക്കുകയാണ്. ദ പപ്പി സോ എ ഹണി ബി ഓൺ എ ഫ്ലവർ. അപ്പം എന്താണ് പപ്പി കാണുന്നത്? ഒരു ഹണി ബി അല്ലേ, ഒരു തേനീച്ച തേൻ കുടിക്കുന്നതാണ് അല്ലേ കാണുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഹിം തോട്ട് ദ പപ്പി. തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. പപ്പി ചിന്തിക്കുകയാണ്, തീർച്ചയായിട്ടും ഇവൻ തന്നെ ആയിരിക്കും. യു സെഡ് മ്യാവ് ഡിഡിൻറ്റ് യു. നീയാണോ മ്യാവ് ചെല്ലിയതെന്ന് ചോദിക്കുകയാണല്ലേ. വാട്ട് വിൽ ദ ഹണി ബി സേ. ഹണി ബി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത് നമുക്ക് ഉറപ്പായിട്ടും അറിയാമല്ലേ, ഹണി ബി അല്ലല്ലോ. അപ്പോൾ ഹണി ബി അല്ല എന്ന് തന്നെ ആയിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ പപ്പി എന്ത് ചെയ്തിട്ടുണ്ടാവും നോക്കാം. ആ ഹണി ബി വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. മീ ഞാനോ എന്ന് ചോദിച്ചിട്ട് എന്നുള്ളൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ബസ്സിൽഡ് ദ ഹണി ബി ഗോ എവേ. ബസ്സിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം ഉണ്ടാക്കിയില്ലേ, എന്നുള്ള ശബ്ദമാണ് ഹണി ബി ഉണ്ടാക്കുന്നത്. ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. എന്നിട്ടോ പപ്പിയുടെ മൂക്കിന് ഒരു ഒറ്റ കുത്ത്. പപ്പി അയ്യോ എന്നല്ലേ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടില്ലേ. വൈ ഡിഡ് ദ ഹണി ബി ചേസ് ദ പപ്പി. എന്തുകൊണ്ടാണ് ഹണി ബി പിന്നെ പപ്പീനെ പിടിക്കാൻ പോകുന്നത്? അതിന് ദേഷ്യം വന്നിട്ടാണല്ലേ. അതാണോ എന്ന് ചോദിച്ചിട്ട് അതിന് വല്ലാണ്ട് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് പപ്പിയെ കുത്താൻ പോകുന്നത്. ഇനി നമ്മുടെ പപ്പി എവിടെ എത്തിയെന്ന് നോക്കാം. ദ പപ്പി ജംപ്ഡ് ഇൻ ടു എ പോണ്ട്. ഓടി വന്ന് ചാടിയത് എങ്ങോട്ടാണ്? ഒരു പോണ്ടിലാണല്ലേ, ഒരു കുളത്തിലാണ്. ഹണി ബി വെൻറ്റ് ബാക്ക്. അപ്പോൾ ഹണി ബി തിരിച്ചു പോയി കേട്ടോ. ദ പപ്പി കെയിം ഔട്ട്. പപ്പി അപ്പം പുറത്ത് വന്ന് പറയാണ് മ്യാവ് സംബഡി സെഡ് അഗൈൻ. അപ്പോൾ പപ്പി ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ് മ്യാവ് എന്നുള്ളൊരു ശബ്ദം അല്ലേ. ക്യാറ്റ് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ, ആ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടുണ്ട്. വേർ ഇസ് ദ ക്യാറ്റ് നൗ. പോണ്ടിൻ്റെ അടുത്തല്ലേ, നിയർ ദ പോണ്ട്. വിൽ ദ പപ്പി സീ ദ കാറ്റ്. പപ്പി പിന്നെ കാറ്റിനെ കാണുമോ? നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോഴും പപ്പി കാറ്റിനെ കാണുന്നില്ല കേട്ടോ. പപ്പി ആരെയാണ് കാണുന്നത്? ഒരു ഫ്രോഗിനെയാണ് കാണുന്നത്, തവളേനെ. ദ പപ്പി സോ എ ഫ്രോഗ്. ക്യാൻ യു സേ മ്യാവ്. നീയാണോ മ്യാവ് എന്ന് ചെല്ലിയതെന്ന് ചോദിക്കുകയാണ്.
ക്രോക്ക് വാട്ട് എ സില്ലി പപ്പി. അപ്പോൾ എന്തൊരു സില്ലിയാണ് ഈ പപ്പി എന്ന് പറയാണ് കേട്ടോ, എന്തൊരു പാവാണെന്ന് പറയാണ്. ക്രോക്ക് ഫ്രോക്സ് ക്യാൻ ഓൺലി ക്രോക്ക്. ഫ്രോക്സിന് ക്രോക്ക് എന്ന് മാത്രമേ ശബ്ദം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് പറയാണ്. ദ ഫ്രോഗ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. എന്നിട്ട് ഫ്രോഗ് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ചാടി. വേർ വിൽ ദ പപ്പി ഗോ നൗ? ഇനി എങ്ങോട്ടാണ് പപ്പി പോകുന്നത്? നമുക്ക് നോക്കാം അല്ലേ. ദ പപ്പി വെൻറ്റ് ഹോം. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. പപ്പി എങ്ങോട്ടാണ് പോകുന്നത്? അവൻ്റെ വീട്ടിലേക്കാണ് അല്ലേ. ഹി വാസ് വെറ്റ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ നനഞ്ഞിട്ട്, ആൻഡ് സാഡ് നല്ല വിഷമത്തിലുമാണ് അല്ലേ, സങ്കടത്തിലുമാണ്. വൈ ആർ ദ ഡോഗ് ആൻഡ് ദ റൂസ്റ്റർ ലുക്കിംഗ് അറ്റ് ദ പപ്പി? ഡോഗും റൂസ്റ്ററും ഒക്കെ എന്തിനാണ് പപ്പിയെ നോക്കുന്നത്? നനഞ്ഞിങ്ങനെ വിഷമിച്ച് പോകുന്ന പപ്പിയെ കണ്ടിട്ട് നോക്കുകയാണ് അല്ലേ. ഹി ലേ ഓൺ ദ മാറ്റ് നിയർ ദ കോട്ട്. അപ്പോൾ അവന് വീണ്ടും എന്താണ്? അവൻ എല്ലാ സ്ഥലത്തും തിരഞ്ഞ് ക്ഷീണിച്ച് വീണ്ടും അവൻ്റെ മാറ്റിൽ തന്നെ വന്ന് കിടക്കുകയാണ്. എവിടെയാണ് ആ മാറ്റ് ഉള്ളത്? നിയർ ദ കോട്ട്. കട്ടിലിൻ്റെ അടുത്താണ് അല്ലേ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് അല്ലേ. കട്ടിലിൻ്റെ അടുത്താണ് ഉള്ളത്. പിന്നെ സഡൻലി ഹി ഹിയർഡ് മ്യാവ്. പെട്ടെന്ന് അവൻ കേൾക്കുകയാണ് മ്യാവ് എന്നുള്ള ശബ്ദം. വിൽ ദ പപ്പി ഫൈൻഡ് ദ കാറ്റ്? ഇപ്പം പിന്നെ കാറ്റിൻ്റെ പപ്പി കണ്ടുപിടിക്കുമോ? നമുക്ക് നോക്കാം അല്ലേ. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് സോ. പപ്പി എന്താണ്? ചാടി എണീറ്റ് നോക്കുകയാണ് അല്ലേ. എ ഫാറ്റ് കാറ്റ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിൽ ആരാണ്? എ ഫാറ്റ് കാറ്റ്. ഫാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തടിച്ചൊക്കെ പൂച്ചയാണ് അല്ലേ. വേർ ഇസ് ദ കാറ്റ്? കാറ്റ് എവിടെയാണുള്ളത്? ദ കാറ്റ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. വാട്ട് വിൽ ദ പപ്പി ഡു? പപ്പി എന്താണ് ചെയ്യുന്നത്? അവനെ നോക്കിയിട്ട് ഇങ്ങനെ കുരയ്ക്കുകയാണ് അല്ലേ. അപ്പം ഇനി എന്താ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. ബൗ ബൗ. ദ പപ്പി ബാർക്ക്ഡ് അറ്റ് ദ കാറ്റ്. ബൗ ബൗ എന്ന് പറഞ്ഞിട്ട് പപ്പി കാറ്റിനെ കൊള്ള പോവുകയാണ് അല്ലേ. ബാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക എന്നാണ് കേട്ടോ. ദ കാറ്റ് ആർച്ച്ഡ് ഹെർ ബാക്ക് ആൻഡ് ഹിസ്ഡ്. അപ്പം എന്താണ് ആർച്ച്ഡ് എന്ന് പറഞ്ഞാൽ? ആ പൂച്ച നിൽക്കുന്നത് കണ്ടില്ലേ, ഒരു ആർച്ച് പോലെ അങ്ങനെ നിന്നിട്ട് പൂച്ച എന്ത് ചെയ്യാണ്? ഈ നമ്മുടെ പപ്പിനെ കൊള്ള പോവുകയാണല്ലേ. ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. പൂച്ച ആളത്ര പാവമൊന്നല്ല. ഹൂ ഈസ് ആംഗ്രി? ആരാണ് ആംഗ്രി ആയിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്നത്? രണ്ടുപേരും നല്ല ദേഷ്യത്തിലാണ് അല്ലേ. വിൽ ദ പപ്പി ബൈറ്റ് ദ കാറ്റ്? പപ്പി കാറ്റിനെ ഉപദ്രവിക്കോ? കടിക്കോ? നമുക്ക് നോക്കാം അല്ലേ ആരെയാണ് ഉപദ്രവിക്കുന്നത് എന്ന്. ദ കാറ്റ് ജംപ്ഡ് അറ്റ് ദ പപ്പി. കാറ്റ് എന്ത് ചെയ്യാണ്? പപ്പിയുടെ നേർക്ക് ഒരൊറ്റ ചാട്ടം. മ്യാവ്. ദേഷ്യത്തിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ. വാട്ട് ഡിഡ് ദ കാറ്റ് ഡു? ഇപ്പം കാറ്റ് എന്താണ് ചെയ്യുന്നത്? പപ്പിയുടെ നേരെ ചാടി. വിൽ ദ പപ്പി ഗെറ്റ് ഹേർട്ട്? നമ്മുടെ പപ്പിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമോ? നമുക്ക് നോക്കാം. ദ കാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ ആൻഡ് റാൻ അവേ. നമ്മുടെ പപ്പിയുടെ ചെവിക്ക് കണ്ടോ? ചുവന്ന കളറ് കണ്ടോ? ചോര വന്നത് കണ്ടോ മക്കള്? പൂച്ച എന്ത് ചെയ്തു? മാന്തിയില്ലേ. സ്ക്രാച്ച്ഡ് എന്ന് പറഞ്ഞാൽ മാന്ത് അല്ലേ. മാന്തിയിട്ട് ചെവിക്ക് പൊട്ട് വന്നിട്ടുണ്ട് അല്ലേ. വേർ വിൽ ദ കാറ്റ് ഗോ? കാറ്റ് എങ്ങോട്ടാണ് പോയത്? പുറത്തേക്ക് എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ടാവും അല്ലേ. വാട്ട് വിൽ ദ പപ്പി ഡു നൗ? ഇനി പപ്പി എന്താ ചെയ്യുക? The puppy came back to his mat and fell asleep. പപ്പി വീണ്ടും ആ മാറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് അല്ലേ. Now he knew who said meow. അപ്പോൾ അവന് മനസ്സിലായി ആരാണ് മ്യാവ് എന്ന് പറയുന്നത് അല്ലേ. അവൻ ആ മുറിവും കൊണ്ട് അങ്ങനെ അവിടെ കിടന്നുറങ്ങുകയാണ് അല്ലേ. അപ്പോൾ മക്കൾ ഈ ഒരു പാഠത്തിൽ ആരുടെയൊക്കെ ശബ്ദങ്ങൾ പഠിച്ചു? പൂവൻ കോഴിയുടേത് പഠിച്ചു, ഡോഗിൻ്റേത്, ഫ്രോഗിൻ്റേത്, ഹണി ബി, പിന്നെ ആരുതാണ് തവളയുടേത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. പിന്നെ ഡോഗിൻ്റെ കൂടിന് കെന്നൽ എന്നാണ് പറയാമെന്ന് പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രസകരമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇതിലെന്താ വർക്ക് വരുന്നത്? ഹൗ മെനി വേർഡ്സ് ക്യാൻ യു റീഡ്? റൈറ്റ് ദം ഇൻ ദ ബോക്സ്. അപ്പോൾ മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച വേർഡുകളാണ് ഇതെല്ലാം. ഏതൊക്കെയാണ്? സ്ലീപ്പ്, നിയർ, അറൗണ്ട്, നോബഡി, അണ്ടർ, വെറ്റ്, വിൻഡോ, യാർഡ്, കെന്നൽ, ഫ്ലവർ, സ്റ്റം, ഗാർഡൻ, സ്ക്രാച്ച്, റൂസ്റ്റർ.
അപ്പോൾ ഇതിൽ മക്കൾക്ക് ഏതാണോ വായിക്കാൻ കിട്ടുന്നത് അത് താഴേക്ക് എടുത്തെഴുതുക കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ചാപ്റ്ററൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് ചെയ്യുക. മക്കളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.